ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ മഹാദേവിയേ നമ. ഇന്നലെ നമ്മൾ സമയത്തിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് കൂടുതൽ സമയമായാലും ആർക്കും കേൾക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് പറഞ്ഞിട്ട് നിർത്താന്നുള്ളൊരു വിചാരത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് കുറച്ച് പരീക്ഷത്തിൻ്റെ കഥ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ. അപ്പോഴീ പരീക്ഷത്തിനെ കൊല്ലണം എന്നെല്ലാം ഇല്ലാത്തൊരു ത്വരയല്ലേ ഈ ദർശകന്. പൊന്നെ അടങ്ങുന്നു. ഇതൊരു വാശി പോലെ. ആ പാപം നിരപരാധിയാണ് രാജാവ്. ഇവനെന്തിന് ഇത്ര വാശി എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ലേ അച്ഛന് കുറേ പൈസ എല്ലാം വാരി കൊടുത്തിട്ട് അച്ഛനെ യാത്രയാക്കിയത്. അങ്ങനെ എന്ത് ചെയ്തു? പരീക്ഷത്തിന്റെ ഈ മാളികയുടെ അകത്തേക്ക് കിടക്കാനുള്ള ഉപായം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തക്ഷകന്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം പൊന്തി വന്നു. അതാണല്ലോ അങ്ങനൊരു ഉണ്ട് രാജാവിനൊരു വിധി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ഒപ്പം വന്ന സർപ്പങ്ങളെ മുനിവേഷം ധരിപ്പിച്ച് അവരുടെ കയ്യിൽ കുറച്ച് ഫലമൂലങ്ങളും കൊടുത്ത് അകത്തേക്ക് കയറ്റിവിട്ടു. ആ ഫലങ്ങളിൽ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കിട്ടണമെന്നുണ്ടോ? അതാണ് ദൈവേച്ഛ. ആർക്കും തടുക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത്. ആ ഒരു കൊടുകേറിയ പഴം ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കിട്ടിയില്ലേ? മറ്റാരെങ്കിലും അറിയാതെ തിന്നോട്ടെ, അങ്ങനെ തക്ഷകന്റെ പണിയൊരുങ്ങട്ടി. അല്ലെങ്കിൽ അത് ഇങ്ങനെ പറക്കി താഴെയിട്ട് ഞെരടി കളിയായിരുന്നു, എന്തെങ്കിലും ചെയ്യുമായിരുന്നുല്ലേ. അങ്ങനെ ഈ തക്ഷകന്റെ മനസ്സിലൊരാശയം പൊന്തി വന്നല്ലോ. അവരുടെ കയ്യിൽ ഇതൊക്കെ കൊടുത്തയച്ച് അകത്തേക്ക് കയറ്റിവിട്ടു. മഹർഷിമാർക്കൊക്കെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ആ ഫലങ്ങളിൽ ഒന്നിന്റെ ഉള്ളിൽ ഒരു ചെറിയ പുഴുവായി തക്ഷകനും പ്രവേശിച്ചു. മഹർഷിമാര് ഫലമൂലങ്ങളും എടുത്ത് മാളികയുടെ ഗോപുരവാതിൽക്കലെത്തി ദ്വാരപാലകനോട് പറഞ്ഞു, ഞങ്ങൾ രാജാവിന് മുഖം കാണിക്കാൻ വന്ന താപസന്മാരാണ്. നമ്മുടെ മഹാഭാരതത്തിൽ ഈ മാളികയും ഗോപുരവാതിലും ഒന്നുമില്ല കേട്ടോ. ഒറ്റ സ്തൂപത്തില് ഒരു മണ്ഡപം കെട്ടിട്ട് അതിന്റെ മേലെ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏത് വിശ്വസിക്കും? ഇതിലുള്ളത് ഇതുപോലെ പറയാ, അതിലുള്ളത് അതുപോലെ പറയാ, അത്രമാത്രം. വേദമന്ത്രങ്ങളെ കൊണ്ട് സൂര്യപ്രഭാവമുള്ള പാർത്ഥപൗത്രനെ വാഴിക്കാൻ വന്നതാണ്. രാജാവിനോട് പോയി പറഞ്ഞാലും എന്ന് പറഞ്ഞു. മഹർഷിമാര് ഫലമൂലങ്ങളുമായി രാജാവിനെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുകയാണെന്ന് പോയിട്ട് പറയാൻ പറഞ്ഞു. ഈ പഴങ്ങൾ കാഴ്ചവെച്ച് അഭിഷേകം ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്രയാവുകയും ചെയ്യാമെന്നും പറഞ്ഞു. ഭാരതവംശത്തിലെ രാജാക്കന്മാർക്കൊന്നും ഇത്തരത്തിലൊരു കാവൽ സമ്പ്രദായം കണ്ടിട്ടില്ല. താപസന്മാർക്കും രാജാവിന്റെ ദർശനം നിഷേധിക്കുകയാണോ? ഓഹോ, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയവര്. ഞങ്ങൾ രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്ന് രാജാവിനെ കണ്ടു മടങ്ങിക്കൊള്ളാം. അങ്ങനെ പറയുന്നു സൂതൻ പറയുന്നവരോട്. താപസന്മാരുടെ വാക്കുകൾ കേട്ട് പ്രാസാദത്തിന് കാവൽ നിൽക്കുന്ന ഭടന്മാര് പറഞ്ഞു, ഇന്ന് രാജാവിന്റെ ദർശനം സാധ്യമാക്കുമെന്ന് തോന്നുന്നില്ല. നാളെ എല്ലാവരും ഇങ്ങോട്ട് പോരുവൻ. വിപ്രശാപ ഭയം കൊണ്ട് ബ്രാഹ്മണരെ അകത്തേക്ക് കയറ്റി വിടണ്ട എന്ന ആജ്ഞയുണ്ട്. ഇത് കേട്ടപ്പോൾ മഹർഷിമാര് പറഞ്ഞു, സർപ്പങ്ങളായ മഹർഷിമാര്, ദ്വാരപാലകന്മാരെ, എന്നാൽ ഞങ്ങൾ കൊണ്ടുവന്ന പഴങ്ങളും ജലവും ഞങ്ങളുടെ അനുഗ്രഹാശിസുകളും രാജാവിന് സമർപ്പിക്കുക. മഹർഷിമാർ പറഞ്ഞ കാര്യങ്ങൾ രാജാവിന്റെ അടുത്ത് ചെന്നുണർത്തിച്ചു. രാജാവ് പറഞ്ഞു, നിങ്ങൾ അവർ കൊണ്ടുവന്ന പഴങ്ങൾ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. മുനിമാരോട് അവർ എന്ത് കാര്യത്തിനായിട്ടാണ് വന്നതെന്നും ചോദിച്ച് നാളെ പുലർച്ചക്ക് തന്നെ കാണാമെന്നും പറയുക. എന്റെ പ്രണാമം അവരെ അറിയിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. മഹാഭാരതത്തിൽ പറയുന്നത് അങ്ങനെയല്ല. 4 മഹർഷിമാരുണ്ടായിരുന്നു. അവര് കയറിപ്പോയിന്നും ആ പഴം തിരുമുമ്പിൽ വെച്ചു എന്നും ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോ പഴം എടുത്ത് സന്ധ്യാസമയമായി 7 നാള് കഴിഞ്ഞ് സന്ധ്യ ആയല്ലോ. ഇനി നമുക്ക് ഈ പഴം കഴിച്ച് പാരണ വിടാന്നും അതുവരെ ഒരു ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ഇരുന്നു എന്നാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, രാജാവ് പറഞ്ഞിട്ടാകുമ്പോ ദ്വാരപാലകർ പഴങ്ങൾ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ബഹുമാന പുരസ്സരം സമർപ്പിച്ചു. ബ്രാഹ്മണ വേഷം കെട്ടി വന്ന സർപ്പങ്ങളാകട്ടെ അവര് തിരിച്ചു പോവുകയും ചെയ്തു. രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു,
ഋഷിമാർ സമർപ്പിച്ച പഴങ്ങൾ വിശേഷപ്പെട്ടതാണ്. നിങ്ങളും പഴങ്ങൾ എടുക്കുക, ഒന്ന് ഞാനും കഴിച്ചു കൊള്ളാം എന്ന് രാജാവ് പറഞ്ഞു. പാവം ധരാപുത്രൻ പഴങ്ങൾ മന്ത്രിമാർക്ക് എടുത്തു കൊടുത്തു. അതിലൊന്നും ഈ തക്ഷകൻ പെട്ടുപോയിട്ടില്ല. നോക്കിക്കോളണേ. ഒരു പഴം അദ്ദേഹവും കയ്യിലെടുത്തു. പഴത്തിന്റെ തോല് കളഞ്ഞ് പൊട്ടിച്ചപ്പോൾ അതിനുള്ളിൽ കൃഷ്ണ നിറമുള്ള കണ്ണുകളോടുകൂടിയ ചെമ്പുവർണ്ണമുള്ള ഒരു കീടത്തിനെ കണ്ടു. അത് ശരിയായ രൂപമല്ലത്. അത് കണ്ട് അത്ഭുതപ്പെട്ട് രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു, ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ഇനി എനിക്ക് വിഷഭയമില്ലല്ലോ. എന്തായാലും ആ ബ്രാഹ്മണ ശാപം സ്വീകരിക്കാം. ഈ കൊച്ചു കീടം എന്നെ കടിക്കട്ടെ. അയ്യോ എന്നും പറഞ്ഞ് അതിനെ വിരലിട്ട് ഞരട്ടി കളയാനേ ഉള്ളുമായിരുന്നു എന്നും പറഞ്ഞ് രാജാവ് ആ കീടത്തിനെ എടുത്ത് തന്റെ ചുമലിൽ വെച്ചു. നിമിഷ നേരം കൊണ്ട് ആ കീടം വളർന്ന് തക്ഷകനായി മാറി രാജാവിനെ ചുറ്റി വരിഞ്ഞ് ദംശിച്ചു. മന്ത്രിമാർ അത്ഭുതപ്പെട്ട് ദുഃഖത്താൽ ഉറക്കെ കരഞ്ഞു. ആ വലിയ സർപ്പത്തെ കണ്ട് എല്ലാവരും പേടിച്ച് പല വഴിക്കും ഓടിപ്പോയി. തക്ഷകനാൽ ചുറ്റപ്പെട്ട പരീക്ഷിത്ത് തന്റെ ധൈര്യമൊക്കെ പോയെങ്കിലും ഒന്നും മിണ്ടാതെ അനങ്ങാതെ നിന്നു. തക്ഷകന്റെ മുഖത്തുനിന്ന് വമിക്കുന്ന വിഷജ്വാലയേറ്റ് രാജാവ് ഭസ്മമായി. അദ്ദേഹത്തിന്റെ ജീവൻ ദേഹത്തിൽ നിന്ന് വേർപെട്ടു. രാജാവിനെ കൊന്ന തക്ഷകൻ നേരെ ആകാശത്തേക്ക് പൊങ്ങിപ്പോയി. ജഗത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ആ സർപ്പത്തെ ജനങ്ങൾ നോക്കി നിന്നു. രാജാവിന്റെ മൃതദേഹം കണ്ട് ജനങ്ങൾ ദുഃഖാർത്തരെ ഉറക്കെ കരഞ്ഞു. അവർക്ക് പിന്നെ കരയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ അവർക്ക് പറ്റൂലല്ലോ. ഇതൊക്കെയാണ് ഈശ്വരേച്ഛ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കീടത്തിനെ ഇങ്ങനെ വിരലിലിട്ട് ഞെരടിയാ മതിയായിരുന്നു. അതിന് പ്രത്യേക രൂപം തന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെ. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പടത്തിൽ അത് പെട്ടുപോയിട്ടില്ല. കൃത്യമായിട്ടെല്ലാം വരേണ്ടത് വഴിയിൽ തങ്ങൂല എന്ന് പറഞ്ഞതുപോലെ വരേണ്ടത് വഴിയിൽ തങ്ങാതെ ഈ രാജാവിന് എന്നെ ഒക്കെ കിട്ടി. പാവം അങ്ങനെ ഹലാഹലാഹലജ്വാലയാ ഭൂപതി കോലാഹലത്തോടു നാഗലോകം മുക്കാൻ. അങ്ങനെ ശ്രീപരീക്ഷിത്ത് ഈ ലോകത്ത് നിന്ന് യാത്രയായി. ഇപ്പൊ സർവസത്ത നിർവഹണവും നിവാരണവും അത് വേണ്ടേ. പരീക്ഷിത്ത രാജാവ് തക്ഷകദംശമേറ്റ് മരണം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ പുത്രൻ ജനമേജയൻ വളരെ ചെറിയ ബാലനായിരുന്നു. എന്നാലും അതുകൊണ്ട് മന്ത്രിമാർ തന്നെ മൃതദേഹത്തെ ഗംഗാതീരത്ത് ഒരുക്കി വെച്ച് ചിതയിലേക്ക് എടുത്തു. അവിടെ തന്നെ ഭസ്മമായി എന്നും പറയുന്നു. പിന്നെന്താണ് ചിതയിലേക്ക് എടുത്തു വെക്കാനുള്ളതാവോ? ദുർമരണം സംഭവിച്ച രാജാവിന് പുരോഹിതന്മാർ വേദമന്ത്ര ജപത്തോടുകൂടി വിധിയാമണ്ണം കർമ്മങ്ങൾ ചെയ്തു. ബ്രാഹ്മണർക്ക് സ്വർണവും വസ്ത്രങ്ങളും പശുക്കളെയും യഥാവിധി ദാനം ചെയ്യുകയും ചെയ്തു. പൗരജനങ്ങൾക്കൊക്കെ കണ്ണിലുണ്ണിയായ ബാലനായ ജനമേജയനെ ശുഭമുഹൂർത്തത്തിൽ മന്ത്രിമാർ രാജാവായി അവരോധിച്ച് അഭിഷേകം നടത്തി. രാജലക്ഷണങ്ങൾ തികഞ്ഞ കുമാരനെ പൗരജനങ്ങളും ലോകരും ചക്രവർത്തിയായിട്ട് തന്നെ വാഴിച്ചു. വെറും രാജാവല്ല, ആ കുട്ടിയെ ചക്രവർത്തിയായിട്ട് അത്രയും എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ കുട്ടിയായിരുന്നു ജനമേജയൻ. ആ കുമാരന് രാജ്യകാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് വളർത്തമ്മയായിരുന്നു. 11 വയസ്സായപ്പോഴേക്കും അവരുടെ കുലഗുരുവായ കൃപാചാര്യർ ആ ബാലനെ സകല ശാസ്ത്രങ്ങളും ധനുർവിദ്യയും യഥോചിതം അഭ്യസിപ്പിച്ചു. 11 വയസ്സേ ആയിട്ടുള്ള കുട്ടിക്ക്. കർണനെ ഭൃഗുരാമൻ എന്ന പോലെയും അർജുനൻ ദ്രോണാചാര്യൻ എന്ന പോലെയും കൃപാചാര്യർ ജനമേജയന് സർവശാസ്ത്ര വിദ്യകളും ധനുർവേദവും തുടങ്ങി സമസ്ത വിദ്യകളെയും പഠിപ്പിച്ച് വീരപുരുഷനാക്കി തീർത്തു. ആരെയും ജയിക്കാൻ മിടുക്കുള്ള ബലശാലിയാക്കി. വളരെയധികം സൂക്ഷ്മദൃക്കുമായിരുന്ന ആ രാജകുമാരൻ എല്ലാ കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. തന്റെ പിതാമഹനെ പോലെ ധർമ്മനിഷ്ഠനായും സത്യവ്രതനായും ജിതേന്ദ്രനായും രാജ്യം ഭംഗിയായി ഭരിച്ചു. യൗവനയുക്തനായപ്പോൾ കാശിരാജാവായ സുവർണവർമാക്ഷൻ എന്ന തന്റെ പുത്രിയായ വപുഷ്ടമയെ ജനമേജയന് വിവാഹം ചെയ്തു കൊടുത്തു. കാശിരാജാവിന്റെ മകളായ വപുഷ്ടമയാണ് ജനമേജയന്റെ പത്നിയായത്. വിചിത്രവീരൻ കാശിരാജപുത്രിമാരോടും അർജുനൻ സുഭദ്രയോടും ചേർന്ന് ഉല്ലസിച്ചതുപോലെ ജനമേജയനും വപുഷ്ടമയും കൊട്ടാരത്തിലും കാട്ടിലും പൂങ്കാവനത്തിലും രമിച്ചുല്ലസിച്ചു നടന്നു. ഇന്ദ്രനെയും ശചീദേവിയെയും പോലെ ഉത്തമ ഭാര്യാഭർത്താക്കന്മാരായ ജീവിതം സഫലമാക്കി അവരെ. അദ്ദേഹത്തിന്റെ രാജ്യപരിപാലനത്തിൽ പ്രജകളും വളരെയധികം സന്തോഷിച്ചു എന്ന് വേണം പറയാൻ.
അദ്ദേഹം പ്രജകളെ മക്കളെ പോലെയാണ് പരിപാലിച്ചത്. ഇദ്ദേഹം തന്നെ ചെറിയ കുട്ടിയത്രേ, എന്നിട്ടും മക്കളെ പോലെ പരിപാലിച്ചു എന്നാണ് പറയുന്നത്. സമർത്ഥനായ അമാത്യന്മാർ സഹായഹസ്തവുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് രാജകുമാരൻ എന്തെങ്കിലും അറിയാണ്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നല്ല ബുദ്ധിശക്തിയും സ്നേഹവും ഒക്കെ ഉള്ള മന്ത്രിമാരായിരുന്നു. അല്ലാതെ കപട സ്വഭാവമുള്ള മന്ത്രി ആയിരുന്നില്ല മന്ത്രിമാര്. ഒരു ദിവസം മുത്തങ്കൻ എന്ന പേരൊരു താപസൻ രാജാവിന്റെ സമീപത്ത് വന്നു. അദ്ദേഹം തക്ഷകനുമായി കുറച്ച് പകയിലുമായിരുന്നു. തക്ഷകനോട് പകരം വീട്ടാൻ തക്കം നോക്കി നടക്കുകയാണ് ആ താപസൻ മുത്തങ്കൻ. മുത്തങ്കന്റെ കഥ നമുക്കറിയാലോ. രാജാവിന്റെ അച്ഛനും തക്ഷകന്റെ കടിയേറ്റാണല്ലോ മരണം സംഭവിച്ചത്. അപ്പോൾ ആ കാരണത്തെ മുൻനിർത്തി പകരം വീട്ടാമല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് മുത്തങ്കൻ ജനമേജയന്റെ അടുത്തെത്തിയത്. ഏതായാലും ഞാനും എനിക്ക് കൂട്ടിനായിട്ട് രാജകുമാരന് രാജാവ് ഉണ്ടാവും എന്ന് വിചാരിച്ചു അദ്ദേഹം. എന്നിട്ട് ഉത്തങ്കൻ പറയുന്നു, രാജൻ എന്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നത്? ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാൽ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യുന്നുണ്ട് താനും. സ്വന്തം അച്ഛനെ കൊന്നവനോട് പകയും ദേഷ്യവും ഒന്നും കൂടാതെ മിണ്ടാതിരിക്കുകയാണോ? അപ്പൊ ഇവിടെ ഇതാ അങ്ങനെ കത്തിച്ചൂടെയെന്ന്. കൊച്ചുകുട്ടിയെ പോലെ കളിച്ചു നടക്കുന്ന അങ്ങയോട് ഞാൻ എന്ത് പറയുവാനാണ്? അപ്പൊ രാജാവ് പറയണു, അല്ലയോ മഹാശയ, ഞാൻ അതിന് പരിഹാരം ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാലും. വിദ്വേഷമൊക്കെ ഉണ്ട് മനസ്സിൽ, കുട്ടിയല്ലേ എന്നാലും. ഉത്തങ്കൻ പറയണു, അങ്ങയുടെ അച്ഛൻ തക്ഷകന്റെ കടിയേറ്റാണ് മരിച്ചതെന്ന് അറിയാമല്ലോ. മന്ത്രിമാരെ വിളിച്ച് മരണത്തിന് ശരിയായ കാരണം അന്വേഷിച്ചാലും എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ അയാൾ കടിച്ചു കൊന്നിനി എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ച നല്ലത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് മന്ത്രിമാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതുകൊണ്ട് അപ്പൊ രാജാവ് ബ്രാഹ്മണ ശാപം കൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് അവർ രാജാവിനെ അറിയിച്ചു. ജനമേജയൻ അപ്പൊ പറയുന്നു, അച്ഛന്റെ മരണത്തിന് കാരണം മുനിയുടെ ശാപമാണ്. ഇത് തക്ഷകൻ എന്തോ പങ്കാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാക്കി തന്നാലും എന്ന് പറഞ്ഞു. ഉത്തങ്ങ പറയണു, രാജാവേ, ശ്രദ്ധിച്ചു കേട്ടാലും. അങ്ങയുടെ അച്ഛന്റെ വിഷമിറക്കാൻ വന്ന കശ്യപ ബ്രാഹ്മണനെ തക്ഷകൻ ധനം നൽകി തിരിച്ചയച്ചു. നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരോട് നിനക്കൊരു ശത്രുതയും ഇല്ലെന്നോ? ചോദിച്ചതിന് ശരിയായ ഉത്തരമല്ല ഈ ഉത്തങ്കൻ പറയുന്നത്. പണ്ട് രുരു എന്ന താപസൻ വേലി കഴിക്കാൻ ഉദ്ദേശിച്ച പ്രമദ്വര എന്ന പെൺകിടാവ് സർപ്പദംശമേറ്റാണ് മരിച്ചത്. എന്നാൽ രുരുവിന്റെ ഉഗ്ര തപസ്സിന്റെ ശക്തി കാരണം പ്രമദ്വരയെ തന്റെ ആയുസിന്റെ പകുതി നൽകി ജീവിപ്പിച്ചു. അത് കേട്ടിട്ടുണ്ടോ അങ്ങ്? അന്ന് മുതൽക്ക് ആ താപസൻ കൺമുന്നിൽ കാണുന്ന എല്ലാ പാമ്പുകളെയും വെട്ടി നുറുക്കി കാലപരിക്കയക്കാൻ തുടങ്ങി. ഇത് പാമ്പ് ചേരനെ കണ്ടാലും കൊല്ലും, മൂർഖനെ കണ്ടാലും കൊല്ലും, നീർക്കോലിനെ കണ്ടാലും കൊല്ലും. ഈ രുരു മഹർഷി. അങ്ങനെ ഒരു ദിവസം ഒരു കാട്ടിൽ കൂടി പോകുമ്പോൾ വലിയൊരു ചേരയെ കണ്ടു. അദ്ദേഹം അതിനെ കൊല്ലാൻ വടിയെടുത്തു. അപ്പൊ ആ ചേര പറഞ്ഞു, അങ്ങ് എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ അങ്ങേക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രുരു പറയുന്നു, സർപ്പം കടിച്ചാണ് എന്റെ പ്രിയതമ മരിച്ചത്. അതിന്റെ സങ്കടം കൊണ്ട് ഞാൻ എടുത്ത ശപഥമാണ്. എന്റെ കൺമുന്നിൽ ഏത് പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു അതിനൊക്കെ ഞാൻ കൊല്ലും എന്നുള്ളൊരു ശപഥം ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം ചേര പറഞ്ഞു, അല്ലയോ മോനെ, ഞാൻ മറ്റു പാമ്പുകളെ പോലെ കടിക്കാറില്ല, ശരീര സാമ്യം കൊണ്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ നീ മനുഷ്യനെ പോലെ ഭംഗിയായി വർത്തമാനം പറയുന്നുണ്ടല്ലോടോ, നീ ആരാണ് എന്ന് രുരു ഡുണ്ടുഭത്തിനോട് ചോദിച്ചു. ഡുണ്ടുഭം എന്ന് പറഞ്ഞ ചേര. അപ്പൊ ഡുണ്ടുഭം പറയുന്നു, ഞാൻ മുജ്ജന്മത്തിൽ ജിതേന്ദ്രനായ ബ്രാഹ്മണനായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അഗ്നിഹോത്രം ചെയ്യുന്ന ഖഗഷ എന്നു പേരുള്ള ബ്രാഹ്മണ സ്നേഹിതനെ വെറുതെ ഒരു രസത്തിനു വേണ്ടി പുല്ലിനെ പാമ്പ് പോലെയാക്കി പേടിപ്പിച്ചു. ആ ബ്രാഹ്മണൻ പേടിച്ചു വരച്ച്, ബ്രാഹ്മണന്മാർക്ക് പേടി കുറച്ച് കൂടുതലാണല്ലോ, എന്നെ ശപിച്ചു. നീ ഒരു സർപ്പമായി പോകട്ടെ എന്ന് ശപിച്ചു. സർപ്പമായി തീർന്ന ഞാൻ ബ്രാഹ്മണനോട് സംതാപരാധം പറഞ്ഞ് തുതിച്ചു പ്രസന്നനാക്കി. അപ്പോൾ ആ ദ്വിജശ്രേഷ്ഠൻ പറഞ്ഞു, നീ പ്രമതിയുടെ പുത്രൻ രുരുവിനാൽ ശാപമുക്തനായി തീരും എന്ന് പറഞ്ഞു. ആ ശാപം കിട്ടിയ സർപ്പമാണ് ഞാൻ. രുരു, താപസ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അഹിംസയാണ് പരമമായ ധർമ്മം. ധർമ്മം തെറ്റി നടക്കുന്നത് ബ്രാഹ്മണർക്ക് ഉചിതമല്ല.
ജ്ഞാനികളായ ബ്രാഹ്മണന്റെ ഹൃദയത്തിൽ ദയയുണ്ടാകുകയും വേണം. യജ്ഞത്തിൽ ഹിംസ ചെയ്യുന്നത് തെറ്റല്ല, അല്ലാത്ത സമയത്ത് ഹിംസ ചെയ്യുന്നത് ദോഷത്തെ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തങ്ക പരനാചേര ശാപമുക്തനായ ബ്രാഹ്മണ രൂപം കൈക്കൊണ്ടു. ഗുരു തന്റെ സർപ്പഹിംസയും ഉപേക്ഷിച്ചു. അന്ന് വരെ കൊന്നതെല്ലാം കൊന്നു. അതിനുശേഷം പിന്നെ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. ഗുരു അങ്ങനെ തന്റെ തപശക്തി കൊണ്ട് പ്രമദ്വരെ ജീവിപ്പിച്ച് വേളി കഴിച്ച് ആശ്രമത്തിൽ സൗഖ്യത്തോടുകൂടി ജീവിച്ചു. രാജാവേ, ഗുരു എന്തു ചെയ്തുന്നോ? തന്റെ വൈരികളെ നശിപ്പിച്ചു. എന്നാൽ അങ്ങോ തന്റെ അച്ഛനെ കൊന്ന പാമ്പിന്റെ വർഗത്തിൽപ്പെട്ട നാഗങ്ങളെ ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ? ഇതെന്താ ഇങ്ങനെ? പിതൃവധം ചെയ്തവരോട് ദയം കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നാനദാനങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ലല്ലോ. ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കാതെ നിന്റെ അച്ഛൻ മരിക്കുകയല്ലേ ഉണ്ടായത്? അത് ഓർമ്മിച്ചു നോക്ക്. പാമ്പ് കടിച്ച മരണം ദുർമരണമാണ് താനും, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങ് നാഗങ്ങളെ വധിച്ച് അച്ഛന് സദ്ഗതി ഉണ്ടാക്കുക. സർപ്പങ്ങളെ കൊല്ലാതെ അച്ഛന്റെ ആത്മാവിന് സദ്ഗതി ലഭിക്കില്ല. അമ്പായത്നം എന്ന പേരിൽ സർപ്പയാഗം നടത്തി നാഗങ്ങളെ വരുത്തി ഹോമം ചെയ്യുക എന്ന് യുത്തങ്കൻ പലപോലെ ഉപദേശിച്ചു കൊടുത്തു ഈ രാജാവിനെ. അപ്പൊ സൂതമഹാശൻ ഇവരോട് പറയണു, പിതാവിന്റെ ദുർമരണത്തെയും ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നതിനെ പറ്റിയും ചിന്തിച്ച് രാജാവ് ദുഃഖാർത്ഥനായി കരഞ്ഞു. അച്ഛന്റെ സദ്ഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഞെളിഞ്ഞിരിക്കുകയാണ് ഞാൻ. ഇന്ന് തന്നെ ഞാൻ സർപ്പയത്നം ചെയ്ത് പക പോക്കുന്നുണ്ട് എന്ന് മനസ്സിലെങ്ങ് കണക്കൂട്ടി. രാജാവ് മന്ത്രിമാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ യജ്ഞം ആരംഭിക്കുകയാണ്. അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ധൃതിയിൽ തുടങ്ങുക, പെട്ടെന്ന് വേണം. എല്ലാ സർപ്പങ്ങളെയും ഞാൻ ഹോമാഗ്നിയിൽ ഹോമിക്കുന്നുണ്ട്. ഹേ മന്ത്രിമാരെ, ബ്രാഹ്മണന്മാരെ ക്ഷണിച്ചു വരുത്തി ഗംഗാതീരത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി മനോഹരമായ തൂണുകൾ കൊണ്ട് ഒരു മണ്ഡപം നിർമ്മിക്കണം. യജ്ഞവേദിയും ഒരുക്കണം. അതിലിരുന്ന് വേണം എനിക്ക് ഹോമം ചെയ്യാൻ. ആ ഹോമത്തിൽ സർപ്പങ്ങളെ ഹോമിക്കണം. ഉത്തങ്കനാണ് ഹോതാവ്. ഈ പാമ്പുകള് കരിമന്തൊരു വൃത്തികെട്ടമാണായിരിക്കും, ആലോചിച്ചു നോക്കിക്കോ. തക്ഷകനാണ് യജ്ഞപശു. വേദപണ്ഡിതന്മാരെയൊക്കെ വേഗത്തിൽ യജ്ഞശാലയിലേക്ക് ആനയിക്കുക എന്ന് ആജ്ഞ കൊടുത്തു. സൂതൻ പറയുന്നു, ക്ഷേമുഷിയുള്ള മന്ത്രിമാർ യജ്ഞ സംഭാരങ്ങളൊക്കെ ധൃതിയിൽ ഒരുക്കി വിശാലമായ യജ്ഞവേദി തയ്യാറാക്കി. സർപ്പയാഗം നടക്കുന്നു എന്നറിഞ്ഞ് തക്ഷകൻ ഭയം കൊണ്ട് കിടുകിടുകിടാ ആലില പോലെ വറക്കാൻ തുടങ്ങി. അങ്ങനെ വറച്ചുകൊണ്ട് എല്ലാവർക്കും സ്വന്തം ജീവനിൽ വലിയ താല്പര്യം തന്നെ. മറ്റുള്ളവരെ കൊല്ലാനൊന്നും യാതൊരു മടിയുമില്ല. അതാണ് പ്രത്യേകത. അങ്ങനെ പേടിച്ചു വേഗം ഇന്ദ്രന്റെ സമീപത്ത് ചെന്ന് ആശ്രയം തേടി. ഇന്ദ്രൻ തക്ഷകനെ ആശ്വസിപ്പിച്ച് അടുത്തിരുത്തി. ഇന്ദ്രനും തക്ഷകനും പണ്ടേ സുഹൃത്തുക്കളാണ്. ഇന്ദ്രൻ തക്ഷകന് അഭയം കൊടുത്തതറിഞ്ഞ് ഉത്തങ്കമന് തക്ഷകനോടൊപ്പം ഇന്ദ്രനെയും മന്ത്രപൂർവ്വം ആവാഹിച്ചു. ഒരുപാട് പാമ്പുകൾ വീണ് ചത്തു ഭസ്മീകരിച്ചു പോയി. അവസാനം ഇവനെ കിട്ടുന്നില്ല. അപ്പൊ ആവാഹിച്ചു, ഇന്ദ്രനോട് കൂടി ആവാഹിച്ചു. തക്ഷകൻ യായാവരകുലത്തിൽ ജനിച്ച ജരൽക്കാരുവിന്റെ പുത്രനായ ആസ്തികനെ സ്മരിച്ചു. അതാണ് മരുമകനല്ലേ. ഉടനെ തന്നെ ആസ്തികൻ ജനമേജയ രാജാവിന്റെ അടുത്തെത്തി രാജാവിനെ പ്രശംസിച്ച് സ്തുതിക്കാൻ തുടങ്ങി. പണ്ഡിതശ്രേഷ്ഠനായ ആസ്തികനെ രാജാവ് പൂജിച്ച് ആസനസ്ഥനാക്കി. എന്നിട്ട് രാജാവ് ചോദിച്ചു, അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണാവോ? അപ്പൊ ആസ്തികൻ പറയുന്നു, രാജൻ അങ്ങ് സർപ്പയാഗം അവസാനിപ്പിക്കണമെന്ന് വളരെ വിനീതനായി അഭ്യർത്ഥിച്ചു. കുഞ്ഞുടെ വാക്കിനെ ബഹുമാനിച്ച് രാജാവ് സർപ്പയാഗം നിർത്തിവെച്ചു. അങ്ങനെ ഈ വേണ്ടപ്പെട്ടവൻ ചത്തുവോ ചാവേണ്ടവൻ ചത്തതുമില്ല. മറ്റു പാവങ്ങളായ പാമ്പുകളും ദുഷ്ടനാഗങ്ങളും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നാഗങ്ങൾ അതിൽ വന്ന് കെട്ടുപണിഞ്ഞ് വന്ന് വീണിട്ടും ഒറ്റക്കായി വന്നിട്ടെന്ന് പറഞ്ഞതുപോലെ എല്ലെണ്ണം ചത്ത് ദൈവനാടവാക്കി മഹാദുഷ്ടനായ രക്ഷകൻ. ജനമേജയ രാജാവിന്റെ മനഃശാന്തിക്ക് വേണ്ടി വ്യാസൻ മഹാഭാരതം കഥ വിസ്തരിച്ച് കേൾപ്പിച്ചു. അത് കേട്ടിട്ടും രാജാവിന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയും കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാശയ, വ്യാസമഹർഷി, എന്റെ മനസ്സ് ദുഃഖം കൊണ്ട് ചുട്ടു നേറുകയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലയോ സത്യവതി പുത്ര, ഉത്തരാസുതനായ എന്റെ അച്ഛന് സദ്ഗതി ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാജാക്കന്മാർക്ക് യുദ്ധത്തിലല്ലേ വീരമൃത്യു പറഞ്ഞിട്ടുള്ളത്. എന്റെ അച്ഛന് ആ ഭാഗ്യം കിട്ടിയതുമില്ല.
എന്നാൽ ഗൃഹത്തിൽ വെച്ച് സമാധാനപരമായി മരിക്കുവാൻ സാധിച്ചോ? അതുമില്ല. ദുർമരണം സംഭവിച്ച എൻ്റെ അച്ഛൻ്റെ സ്വർഗപ്രാപ്തിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ശരിയായ മാർഗം അങ്ങ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. പക്ഷേ ദുർമരണം എന്ന് പറയാൻ പാടില്ല. കാരണം ശ്രീമദ് ഭാഗവതം മുഴുവനും കേട്ടിട്ട് സ്വായത്തമാക്കിയതുപോലെ പാനം ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ പാനം ചെയ്തിട്ടല്ലേ ഇദ്ദേഹം പോയത്. ഒരു പുത്രധർമ്മം മാത്രമേ തക്ഷകൻ ചെയ്തിട്ടുള്ളൂ. അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ ജീവൻ വൈകുണ്ഠത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ സർപ്പസത്ര നിവാരണം എന്ന 11-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു നമ്മള്. ഇനിയിപ്പോ എന്താണ്? ഇനിയിപ്പം പറഞ്ഞാല് അത് തീരൂല, കുറേ ഉണ്ട്. അസ്തികന്റെ ഉത്ഭവവും ദേവി ഭാഗവത മാഹാത്മ്യമൊക്കെ തുടങ്ങിയാല് ഇപ്പോഴേ തീരൂല. അതുകൊണ്ട് ഇത്രയും ഭാഗം ഭഗവത് പാദത്തിലും ഭഗവതിയുടെ മഹാദേവിയുടെ പാദത്തിലും സമർപ്പിച്ച് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. എല്ലാ എന്ന് പറഞ്ഞ കഥകളൊക്കെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അതുപോലെ ജഗദംബികയായ മഹാദേവിയുടെയും പാദപത്മങ്ങളെ സമർപ്പിച്ചു.